എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ആഗസ്റ്റ് 17 ഞായറാഴ്ച, സമയം 7:43 ആയി. നമ്മളെപ്പോഴും ഇങ്ങനെയാണ്, അല്പം വൈകിട്ടാണ് കാര്യങ്ങളൊക്കെ തുടങ്ങാറുള്ളൂ. ഓക്കെ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നെക്സ്റ്റ് വീക്ക്, അതായത് ആഗസ്റ്റ് 3 വീക്കാണ്. ഒരുപാട് ന്യൂസുകളുണ്ട്. അതിൽ പോസിറ്റീവ് ന്യൂസുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ആഗസ്റ്റ് 15 വെള്ളിയാഴ്ച നമ്മുടെ പ്രൈം മിനിസ്റ്റർ നല്ല ഒരു ബിഗ് ന്യൂസാണ് പറഞ്ഞിട്ടുള്ളത്. GSTയുമായി സംബന്ധിച്ച് അത് നമുക്ക് നാളെ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, ട്രംപും പുടിനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നു ആഗസ്റ്റ് 15. അത് അലാസ്കയിൽ വെച്ച് നടന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് ഇവൻറ്റ്സ് ഉണ്ട്. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എല്ലാം നോക്കണം. ഓക്കെ, ഈ വീഡിയോയിലേക്ക് നമുക്ക് വിശദമായി പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റ് ന്യൂസുകളും വിശേഷങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യമായി പുടിനും അതുപോലെ ട്രംപും നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫലം എന്താണ് എന്നുള്ളത് നോക്കാം. ശരിക്ക് ഈ ഒരു മീറ്റിംഗ്, അതായത് ആഗസ്റ്റ് 15 ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഒരു പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഫലം നെഗറ്റീവാണ്. കാരണം ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും യുക്രൈൻ റഷ്യ വാർ സ്റ്റോപ്പ് ആവും എന്നുള്ളതുള്ള പ്രതീക്ഷയിലായിരുന്നു ആ ഒരു ദിവസത്തെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്, ലോകം മുഴുവൻ. എന്നാൽ ആ ഒരു യുക്രൈൻ റഷ്യ വാറിനെ കുറിച്ചുള്ള യാതൊരു റിസൾട്ടും ഇല്ലാതെ, ഏകദേശം ഇത് അലാസ്കയിലാണ് നടന്നത് ഇവരുടെ കൂടിക്കാഴ്ച. അതായത് റഷ്യയുടെയും US-ൻ്റെയും ബോർഡറാണ് ഈ അലാസ്ക എന്ന പ്രദേശം. അവിടെ നടന്ന ആ കൂടിക്കാഴ്ച 2.5 മണിക്കൂറോളം നീണ്ടുനിന്നു. ശേഷം അവർ നേരെ പ്രസ് മീറ്റിങ്ങിലേക്ക് വന്ന് ഞങ്ങൾ കുറച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, യുദ്ധം നിർത്താനുള്ള, അതായത് യുദ്ധം സ്റ്റോപ്പാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. മാത്രമല്ല, പുടിൻ പറഞ്ഞത് നെക്സ്റ്റ് മോസ്കോയിൽ വെച്ച് വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ്. അത് എന്നാണ്, എപ്പോഴാണ് എന്നുള്ള ഒരു റിസൾട്ടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടിക്കാഴ്ചയുടെ പരിണിത ഫലം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുക്രൈൻ റഷ്യ യുദ്ധം നിർത്തി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് നടന്നേനെ. എന്നിരുന്നാലും നാളെ ചെറിയ ഒരു 150-200 പോയിന്റോളം ഗ്യാപ്പ് അപ്പ് നടത്താനുള്ള ഒരു ന്യൂസ് നമ്മുടെ PM തന്നിട്ടുമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ട്രംപും ഇന്ത്യയും തമ്മിലുള്ള അസ്വാരസ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം എന്തിനാണ് തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ നാറ്റോ കൺട്രികളിൽ യുക്രൈൻ അപേക്ഷ കൊടുക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ നാറ്റോ അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രങ്ങൾക്ക് മറ്റുള്ള എവിടെ നിന്നെങ്കിലും യുദ്ധ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നാറ്റോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ ആ രാജ്യത്തിന് സപ്പോർട്ടായി നിൽക്കണം എന്നുള്ളതാണ്. ഇവിടെയാണ് റഷ്യ യുക്രൈനെ നാറ്റോയിൽ അംഗത്വം കൊടുക്കരുത് എന്നുള്ള നിലപാടുമായി വന്ന് അത് പിന്നീട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്. എന്നാൽ ഈ യുദ്ധം നീണ്ടു പോകുന്നതിനുള്ള പണം റഷ്യക്ക് കിട്ടുന്നത് റഷ്യയുടെ ഓയിൽ വാങ്ങുന്നതുകൊണ്ടാണ്. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും താരിഫ് ഭീമമായി ഉയർത്തി ഭീഷണി മുഴക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അലാസ്ക വിഷയം നെഗറ്റീവായി തുടരുന്നു, അല്ലെങ്കിൽ ട്രംപ് പുടിൻ യുക്രൈൻ യുദ്ധം നെഗറ്റീവായി തുടരുന്നു. ഇത് നെഗറ്റീവാണെങ്കിലും നമ്മുടെ PM ആഗസ്റ്റ് 15 ഒരു ദീപാവലി സമ്മാനം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് GST 2 സ്ലാബുകളിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം, അത് ദീപാവലി മുതൽ പ്രാബല്യത്തിൽ വരും. നിലവിൽ 5, 18, 28, 40 എന്നിങ്ങനെ വിവിധ GSTകളാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടി തന്നെ 2 സ്ലാബുകളിലേക്ക്, അതായത് 5%-ഉം 18%-ഉം ആക്കി നിലനിർത്താനുള്ള തീരുമാനം ദീപാവലി മുതൽ തുടങ്ങുന്നു, പ്രാബല്യത്തിൽ വരും. ഇതിൻ്റെ ഇമ്പാക്റ്റ് നാളെ നമുക്ക് തീർച്ചയായും മാർക്കറ്റിൽ പ്രതിഫലിക്കും. പ്രധാനമായും ഫുഡ്, അതുപോലെ മെഡിസിൻ, എഡ്യൂക്കേഷൻ, ഇൻഷുറൻസ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ 5%-നകത്തേക്ക് വരും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. ഹോം അപ്ലയൻസ് തുടങ്ങി, അതായത് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങി ഹോം അപ്ലയൻസ്, അതുപോലുള്ള മറ്റ് വസ്തുക്കളെല്ലാം തന്നെ 28 നിന്ന് 18-ലേക്ക്
18% മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ആ കമ്പനികൾക്ക് നാളെ മുതൽ ഒരു സ്ട്രോങ് ബയ്യിങ് നമുക്ക് പ്രതീക്ഷിക്കാം ആ കമ്പനികളിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായും നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിശിഷ്യ അതായത് പ്രത്യേകിച്ച് ട്രംപിൻ്റെ വായിൽ നിന്ന് എഗൈൻസ്റ്റ് എന്തെങ്കിലും നെഗറ്റീവ് ഇന്ത്യക്കെതിരെ വരാതിരുന്നെങ്കിൽ അതുകൂടെ നമ്മൾ ഇവിടെ കണക്കാക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ ഒരു നെഗറ്റീവും പോസിറ്റീവുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുണ്ട്. അതിൽ യുക്രൈൻ റഷ്യ വാർ. പക്ഷേ ലാസ്റ്റ് ട്രംപ് പറഞ്ഞ വേറൊരു മെസ്സേജ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതായത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രങ്ങൾക്ക് എക്സ്ട്രാ താരിഫ് ചുമത്തുന്നില്ല, അത് ബാൻ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിൽ ഒരു സിഗ്നൽ വന്നിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അത് എത്രത്തോളം പരിപൂർണതയിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് നാളെയാണ് അറിയാൻ കഴിയുള്ളൂ. മറ്റൊന്ന്, അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ, അതായത് നേരത്തെ നമ്മുടെ പ്രധാനമന്ത്രിയും ട്രംപും തമ്മിലുള്ള ബായി പോലെ ഇപ്പോൾ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലൊരു ബന്ധം ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലും അതുപോലെ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലും ചേർന്നാണ് ഈ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പാകിസ്ഥാനിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിൽ 50% ട്രംപ് കുടുംബത്തിനാണ് പോകുന്നുള്ളത് എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് പാകിസ്ഥാനും ട്രംപും തമ്മിൽ ഇപ്പോൾ ഒരു ചെറിയ ഒരു ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ അല്ലാതെ മോദിയുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള എതിർപ്പ് കൊണ്ടല്ല. പലരും ധരിച്ചിരിക്കുന്നത് മോദിയുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യം റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കൊണ്ടാണ് ഇപ്പോൾ ട്രംപും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധം ദൃഢമാകുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അതല്ല, ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഓപ്പൺ ചെയ്യുന്നതോടെ ട്രംപ് കുടുംബത്തിന് 15% ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിരോധ മന്ത്രി ഇടയ്ക്ക് US സന്ദർശിക്കുന്നതല്ല, അതായത് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മന്ത്രി ഇപ്പോൾ US സന്ദർശിക്കുന്നതൊക്കെ ഇതിൻ്റെ കാരണം കൊണ്ടാണ്. മറ്റൊന്ന്, രൂപയുടെ മൂല്യം കൂടിയിട്ടുണ്ട്. അല്പം ചെറുതായി രൂപയുടെ മൂല്യം കൂടിയിട്ടുണ്ട്. ഓയിൽ പ്രൈസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5000, അതായത് ഇന്ത്യൻ മണി 5400 എത്തി. ഏകദേശം $62 എത്തി നിൽക്കുന്നു. ഇനി പ്രധാനമായും മറ്റൊരു കാര്യം, അതായത് US-ൻ്റെ ഡോ ജോൺസ് അതുപോലെ S&P നാസ്ഡാക്ക് എല്ലാം തന്നെ ആൾ ടൈം ഹൈ ആണ്. ഓരോ ദിവസവും, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആൾ ടൈം ഹൈയിൽ നിന്നും മുകളിലേക്ക് ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, ജപ്പാൻ, നിക്കി, ജർമ്മനി എല്ലാ ഓഹരി വിപണികളും ഇപ്പോൾ ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ NSE അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയും ആൾ ടൈം ഹൈയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രാഷ്ട്രങ്ങൾ അത്രയും ഇപ്പോൾ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് US-ൻ്റെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ 2.7% മാറിയിരിക്കും എന്നുള്ളതാണ്. ഈ 2.7% ആകുന്ന സ്ഥിതിക്ക് അവിടെ ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസോട് കൂടിയാണ് ഈ മാർക്കറ്റുകൾ അത്രയും തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസാണ്. വിശേഷം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കണ്ടിന്യൂ 6th വീക്ക് ഫോളിന് ശേഷം കഴിഞ്ഞ 4 days കഴിഞ്ഞ വീക്കിൽ നമുക്ക് 4 സെഷനാണ് ഉണ്ടായിരുന്നുള്ളൂ. ആ 4 സെഷനിലൂടെ നമുക്ക് ഒരു പോസിറ്റീവ് 24,500 മുകളിൽ, ആ ഒരു സൈക്കോളജിക്കൽ ലെവലിന് മുകളിലാണിപ്പോൾ നിഫ്റ്റിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു US ഇൻഫ്ലേഷൻ ഡാറ്റയുടെ 2.7% എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ വന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും അല്പാൽപമായി കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് ഉയർന്നത്. തുടർന്നും ഉയരാനാണ് സാധ്യത. പക്ഷേ ഇനിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് FIers-ൻ്റെ സെല്ലിംഗ് തന്നെയാണ്. അവർ കഴിഞ്ഞ 7th വീക്കും, അതായത് ആഗസ്റ്റ് 2nd വീക്ക് ഉൾപ്പെടെ 4 ദിവസം ഉൾപ്പെടെ 10,172 കോടി രൂപയുടെ സെല്ലിംഗാണ് നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ. എന്നാൽ DIers കഴിഞ്ഞ ആഴ്ച 18,999 കോടിയുടെ ബയ്യിങ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തെ കണക്കാണ് പറയുന്നത്. 10,172 കോടിയുടെ സെല്ലിങ് FIers-ഉം ഡൊമസ്റ്റിക് 18,000, അതായത് 19,000 കോടിയുടെ
ബയ്യിങ് നടത്തിയിട്ടുണ്ട്. സെൻസെക്സ് 739 പോയിന്റ് പോസിറ്റീവിൽ 80,597 എന്നുള്ള ലെവലിൽ സെറ്റിൽഡ് ആയിരിക്കുന്നു. അതേപോലെ നിഫ്റ്റി 268 പോയിന്റ് പോസിറ്റീവിൽ 24,631 ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി ബ്രോഡർ മാർക്കറ്റിൽ വരുമ്പോൾ മിഡ്, സ്മോൾ, ലാർജ് ക്യാപ്പുകളെല്ലാം തന്നെ അര മുതൽ 1% വരെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ ബേസിൽ ഹെൽത്ത് കെയർ, ഫാർമ സെക്ടറുകൾ 2 മുതൽ 3.5% വരെ പോസിറ്റീവിലാണ്. അതേപോലെ ആട്ടോ സെക്ടർ, PSU ബാങ്ക് 2 മുതൽ 3% വരെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ കൺസ്യൂമർ ഡ്യൂറബിൾസും FMCGയും 0.5% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 24,631 എന്നുള്ള റേഞ്ചിലാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,800 ആ ഒരു റേഞ്ചിലാണ്. 24,800 മുകളിൽ നിഫ്റ്റി പോവുകയാണെങ്കിൽ 25,000, 25,050 എന്നുള്ള ഒരു റെസിസ്റ്റൻ്റാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം വീക്ക്ലി ബേസിസിലാണ് നമ്മൾ പറയുന്നത്. അതിനും മുകളിൽ പോവുകയാണെങ്കിൽ 25,250 വരെ പോകാം. അതുപോലെ 24,000 ഇപ്പോൾ 24,631 താഴെ വരികയാണെങ്കിൽ 24,470 ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വന്ന് സപ്പോർട്ട് എടുത്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 24,350, 338, 350 ആ ഒരു റേഞ്ചിലാണ്. ഓക്കെ, നമുക്കത് ടെക്നിക്കൽ ചാർട്ടിലേക്ക് വരാം. ഇനി പ്രധാനമായും നെക്സ്റ്റ് വീക്ക് ഇവൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ മൺഡേ, ട്യൂസ്ഡേ ഈ 2 ദിവസം ഇവൻസുകളൊന്നുമില്ല. എന്നാൽ സെലൻസ്കിയുടെ ഒരു US യാത്രയുണ്ട്. അദ്ദേഹം ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മൺഡേ, അതായത് നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുന്നതിനായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നാളെ US പോകുന്നുണ്ട് എന്നുള്ളത് ഇതൊരു ഇവൻറ്റ്സ് അല്ല, ഒരു യാത്ര എന്നുള്ള അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് നമുക്ക് കണക്കിലാക്കാം എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. ഇനി വെനസ്ഡേ ആഗസ്റ്റ് 20 രാവിലെ 11:30 ഇംഗ്ലണ്ടിൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇയർ ഓഫ് ഇയർ 3.6% ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, 3.7%. അന്ന് തന്നെ 2:30 PM EA ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇയർ ഓഫ് ഇയർ 2% ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, 2% തന്നെയാണ്. അന്ന് രാത്രി തന്നെ, അതായത് ബുധനാഴ്ച രാത്രി 11:30 USA FMCG മിനിറ്റ്സും വരുന്നുണ്ട്. ഇനി വ്യാഴാഴ്ച പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വെള്ളിയാഴ്ചയാണ് ആഗസ്റ്റ് 22 മോർണിംഗ് 5 AM ജപ്പാനിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇയർ ഓഫ് ഇയർ 3.3% ആണ് എക്സ്പെക്ട് ചെയ്യുന്നതും, 3.3% തന്നെയാണ്. ഈവനിങ് 7:30 USA ഫെഡ് ചെയർപേഴ്സൺ പവൽ ജെറോമിൻ്റെ സ്പീച്ച് ഉണ്ട്. അപ്പോൾ ഈ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ ഇവൻസുകളായിട്ടുള്ളൂ. നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണത്. നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ വീക്ക്ലി ബേസിസിലാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പറയുന്നത്. നമുക്ക് 24,631 ഇപ്പോൾ നിഫ്റ്റി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നോക്കാം. 24,000 ഈ ഒരു ഏരിയ, 24,800. ഓക്കെ, 24,800 മുകളിലേക്ക് പോവുകയാണെങ്കിൽ 25,000 to 25,050 ആ ഒരു റേഞ്ചിൽ, അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 25,250. ഈ 25,250 എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയാണ്. പലതവണ ഇവിടെ പോയിട്ടാണ് റിവേഴ്സ് എടുത്തിരിക്കുന്നത്. നോക്കൂ, ഒത്തിരി തവണ 1, 2, 3, 4, 5, 6, 7, 8, 9, 10ഓളം ദിവസങ്ങൾ, 3, 4, 5, 5, 4, 9, 3, 12ഓളം ദിവസങ്ങളൊക്കെ ഇവിടെ പോയി റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. 25,250 എന്നുള്ളത് നിലവിലൊരു ബാലികേറാ മലയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇനി ജസ്റ്റ് താഴത്തേക്ക് വരാനുള്ള സാധ്യതകൾ ഇനി നിഫ്റ്റി കുറവാണ്. മാർക്കറ്റ് എല്ലാം തന്നെ ഒരു ഹൈ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അറ്റ്ലീസ്റ്റ് പറയാൻ പറ്റില്ല, താഴേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ 24,630 താഴെ 24,470, 450 ആ റേഞ്ച്. ഇത് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. നോക്കൂ, ഈ മുകളിൽ പറഞ്ഞ റെസിസ്റ്റൻസ് പോലെ തന്നെ
ഒത്തിരി തവണ ഇതും സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. നോക്കൂ, ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ 4, 4, 3, 7, 3, 10, 11. നോക്കൂ, ഇവിടെ എല്ലാം തന്നെ ഈ ഒരു 450 എന്നുള്ളൊരു റേഞ്ച്, 470, 450 470. ഓക്കെ, അതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. ബൈ ചാൻസ് അതും ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, കണ്ടിന്യൂ 3 ഡേ 24,330, 24,350 റേഞ്ച്. നോക്കി, ഇവിടെ 1, 2, 3 കണ്ടിന്യൂ 3 ഡേ കൂടെ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചക്കാലമായിട്ട് ഈ ഒരു സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെയാണ്. ഇനി ജസ്റ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവലുകളോട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 55,341 നിൽക്കുന്നത്. 55,340 എന്ന് പറയുമ്പോൾ നമുക്ക് വീക്ക്ലി ബേസിസിൽ 55,750 ഈ ഒരു സോണാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 56,100 ഈ ഒരു റേഞ്ചിലേക്ക് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് നോക്കാം. അതിന് മുകളിൽ 56,500 അല്ല, 56,400 ആ റേഞ്ച്. ഓക്കെ, 56,400 അതിന് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സപ്പോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നോക്കൂ, ഇതാണ് 54,900. ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ ബാങ്ക് നിഫ്റ്റി ഒരുപാട് തവണ റിവേഴ്സൽ പോയിട്ടുണ്ട്. അതിനും താഴെ വരികയാണെങ്കിൽ 54,500, 54,600 ആ റേഞ്ചിലായിരിക്കും നെക്സ്റ്റ് സപ്പോർട്ട്. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വീക്ക്ലി ബേസിസിൽ ഇങ്ങനെയാണ്. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ചെയ്യാനായിട്ട് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് നിങ്ങൾ മാറ്റിയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നാളെ ഇതാണ്. 24,700 മുകളിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ 24,530. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമുക്ക് നാളെ നിഫ്റ്റി വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 55,440 സപ്പോർട്ട് നാളെ ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടാണ്. 55,220. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് സെൻസെക്സിൽ ഈ ഒരു സോണ് വാച്ച് ചെയ്യാം. 80,820. ഓക്കെ, സപ്പോർട്ടായിട്ട് 80,330. അപ്പോൾ ഈ സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇവ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. മുകളിലേക്കോ താഴേക്കോ എനി സൈഡ്, അതിനനുസരിച്ച് നിങ്ങൾ എൻട്രി എടുത്ത് പോകാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.